അത്തച്ചമയത്തിന്റെ ഒരുക്കത്തിലാണ് തൃപ്പൂണിത്തുറയുള്ളത്. അല്പസമയം മുമ്പാണ് ഇപ്പോൾ പതാക ഉയർത്തിയത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കാനിരിക്കുന്നു. അതിന് ശേഷം ഈ ഘോഷയാത്ര നടക്കും. നടൻ ജയറാമാണ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. മന്ത്രിമാരും അതുപോലെ തന്നെ സിനിമാ താരങ്ങളുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സിനിമാ താരം ശ്രീ ജയറാം അടക്കമുള്ളവർ ശ്രീ രമേശ് പിഷാരടി എത്തിച്ചേരുകയാണ്. ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. അത്തപ്പതാക തന്നെയല്ലേ ഉയർത്തിയത്? അപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചു എന്നല്ലേ? അമൃത, തീർച്ചയായും അത്തപ്പതാക ഉയർത്തിയതോടെ ഈ വർഷത്തെ ഒഫീഷ്യലായിട്ടുള്ള ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി എം പി രാജേഷാണ് അത്തപ്പതാക ഉയർത്തിയത്. മന്ത്രിമാരായ പി രാജീവ്, ഒപ്പം സിനിമാ താരം ജയറാം, രമേശ് പിഷാരടി അടക്കമുള്ളവർ ഉണ്ട്. വിശിഷ്ടാതിഥികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഈ ഒഫീഷ്യലായി ഈ പ്രാവശ്യത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കേരളം എമ്പാടും വലിയ ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. കാരണം എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഇവിടെ നിന്ന് അത്തച്ചമയ ഘോഷയാത്രയും കാര്യങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഓണത്തിലേക്ക് കടക്കുന്നത്. പിന്നീടാണ് നമ്മൾ വലിയ വിപുലമായിട്ടുള്ള ഓണാഘോഷം നടത്തുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ, മത്സര പരിപാടികൾ, ഓണാഘോഷം കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത 10 ദിവസം വലിയ ആഘോഷങ്ങളും കലാപരിപാടികളും മത്സര ഇനങ്ങളും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാണോ? എവിടെ നിന്ന് വരുന്നവരാ? ഞങ്ങൾ ഇവിടെ മരടി സ്കൂളിൽ നിന്ന് തന്നെയുള്ള സ്റ്റുഡൻസ് ആണ്. എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. തുടങ്ങണേ ഉള്ളൂ, റാലി തുടങ്ങണേ ഉള്ളൂ. വൈബാണോ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? മാർഗംകളിയല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാ വർഷവും വരാറുണ്ടോ? എന്താ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത? എന്താ ഇപ്രാവശ്യം കുറച്ചും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഓരോ ഐറ്റത്തിൽ, പിന്നെ സ്കൂളിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ മാർഗംകളിയും കാര്യങ്ങളും തന്നെയാണ്? അപ്പോൾ ഓരോ വർഷവും നിങ്ങൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലേക്ക് വരുമോ? കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഒന്നൊന്ന് ചിയർ ചെയ്ത് ഒരു ഉഷാറല്ലല്ലോ. ഇപ്പൊ തുടങ്ങുമോ ഘോഷയാത്ര? ഇപ്പൊ തുടങ്ങതല്ലേ? ഒന്ന് ചിയർ ചെയ്ത് എല്ലാവരും കൂടെ. അതാണ് എല്ലാവരും വലിയ ആഘോഷത്തിലും വൈബിലും തന്നെയാണ്. വൈബെന്ന് തന്നെ വേണം പറയാൻ. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എറണാകുളത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവർ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുന്നു. ഈ ഒരു പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായി അല്ലെങ്കിൽ അതിലൊക്കെ പങ്കുചേരുന്നു. തുടക്കമായിരിക്കുകയാണ്. അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് പങ്കുവച്ചത്.